സമത് ബിരിയാണി മസാല ഉപയോഗിച്ച് 10 പേർക്കുള്ള ബിരിയാണി മേക്കിങ്ങിന്റെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുപ്പുണ്ടാവില്ല 12 ഇഞ്ചിന്റെ ഹൈറ്റ് കണക്ക്, കല്ല് 10 ഇഞ്ച് ഉണ്ടാവുള്ളൂ. അപ്പൊ കറക്റ്റ് ഇങ്ങനെ വെക്കാം. ഇതാണ് ഒരു ചിരട്ട. 14, 15, 17 തേങ്ങയുടെ ചിരട്ട, അതായത് 34 കഷ്ണം ചിരട്ട. പിന്നെ ചിരട്ടയുടെ അളവ് പോലെ കൂട്ടാ, ചിരട്ട ചെറുതാവുമ്പോ എണ്ണം കൂട്ടിയതാണ്. ബിരിയാണി ദമ്മടിക്കാൻ പോണ ചെമ്പിന് നല്ല കനം വേണം, അല്ലെങ്കിൽ അടി പിടിച്ച് കരിഞ്ഞു പോകും. 2 കിലോ കൈമ റൈസ് യൂസ് ചെയ്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ കൈമ റൈസ് അളന്നെടുക്കുക. ഗ്യാസ് മേലെ വെച്ചിട്ടാണ് റൈസ് സെറ്റ് ആക്കുന്നത്. 2 പാട്ട അരിക്ക് 2 പാട്ട വെള്ളം ഒഴിച്ച് കൂടെ കുറച്ച് കൂടുതൽ വെള്ളം കൂടി കയറ്റി വെച്ച് പട്ട പൂവ് ഇറക്കാൻ ആവശ്യത്തിന് ഉപ്പ്, 200 സൺഫ്ലവർ ഓയിൽ. വെള്ളം തിളച്ച് വന്നാല് അരി ഇട്ടിട്ട് വറ്റിച്ചെടുക്കുക. ചോറാണ് കുത്തിയത്. താഴത്ത് മേലക്കെത്തിയ ഒരു 50 ഗ്രാം വറുത്ത് വെച്ചു. ചുറ്റും മൈദമാവ് ഒട്ടിച്ചു കൊടുത്ത് സംഗതി വറക്കാട്ടോ, വറുത്തിട്ടില്ല നമ്മള് മൂടി വെച്ചു. തുടക്കത്തിൽ നമ്മൾ 17 തേങ്ങയുടെ ചിരട്ട ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ദമ്മ് പൊട്ടാത്തത് കൊണ്ട് തന്നെ ചിരട്ടയുടെ എണ്ണം കുറച്ചും കൂടി കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഒരു 3 തേങ്ങയുടെ ചിരട്ടയും കൂടി അഡീഷണൽ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ദമ്മൂട്ടി. ദമ്മ് പൊട്ടി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ കിടക്കണം. പിന്നെ അഡീഷണൽ തീയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. 2 മണിക്കൂർ നേരം. ലഗോണ് ബ്രോയിലർ ആണെങ്കിൽ 1 മണിക്കൂറാണ് അതൊരു വിശപ്പ് സഹിച്ചിരിക്കണം. ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ട്, കാണാൻ ശ്രമിക്കുന്നത്. ഷോർട്ട് വീഡിയോ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സമത് ബിരിയാണി മസാല ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 100 ഗ്രാമിന്റെ പാക്കറ്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഒന്ന് വാങ്ങിയിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കണം.